ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാൻഡ് മെയ്ഡ് ഹെവൻ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2025 ഒരു ബുള്ളറ്റ് ജേർണലാണ്. 2025 തുടങ്ങി ഒരു മാസമായിട്ടുണ്ട് എങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് ഇത്ര വൈകി ബുള്ളറ്റ് ജേർണൽ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം തോന്നും. വൈകിപ്പോയി, ഇനി സമയമില്ല, മാസം തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് മടിപിടിച്ച് കുറച്ച് കൂട്ടുകാരിരിപ്പില്ലേ, അവർക്കൊരു മോട്ടിവേഷനായിട്ടാണ് ഞാൻ ഇത്ര വൈകി ബുള്ളറ്റ് ജേർണൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ബുള്ളറ്റ് ജേർണൽ കണ്ടാലോ? സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ജേർണലിങ്ങിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കേട്ടുകേൾവിയെങ്കിലും കാണാതിരിക്കില്ലല്ലോ. ഇവിടെ ഞാൻ ജേർണലിംഗ് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. ജേർണലിങ്ങിനെ പറ്റി ഗൂഗിളിൽ പറയുന്നത് ആളൊരു തെറാപ്യൂട്ടിക് ആണെന്നും ഇമ്മ്യൂൺ സിസ്റ്റത്തെയും മൂഡിനെയും ബൂസ്റ്റ് ചെയ്യുമെന്നും ഡിപ്രഷൻ റിലീഫിംഗ് ആണെന്നുമാണ്. ഇത് ഏകദേശം സത്യമാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ടാവില്ലേ ജേർണലിംഗ് ചെയ്യാൻ? പക്ഷേ ഹൗ, വെൻ, വാട്ട് തുടങ്ങിയ ചോദ്യങ്ങളായിരിക്കും നമ്മളെ മാറ്റി നിർത്തുന്നത്. ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ടു സ്റ്റാർട്ട് ആസ് യു വിഷ്. പലരുടെയും ജേർണൽ കണ്ടിട്ട് അതുപോലെ എന്നല്ല, നമുക്ക് വേണ്ടത് മാത്രം ചെയ്യാനായിട്ട് നോക്കണം. ഓരോ ആളുകൾക്കും ഓരോ കാഴ്ചപ്പാടും രീതിയും ഒക്കെ ആയിരിക്കും. സോ എപ്പോഴും സിമ്പിളായി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ജേർണലിംഗ് ചെയ്യാൻ തീരുമാനിച്ചാൽ നമുക്കൊരു ബുക്ക് വേണ്ടേ? അതിന് A4 ഷീറ്റ് പേപ്പേഴ്സൊക്കെ എടുത്ത് ബുക്കൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ബുക്ക് എടുക്കാം. ഇവിടെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു പഴയ ഡയറിയാണ് ബുക്കായിട്ട് എടുത്തിരിക്കുന്നത്. അതായാലും മതി. ഇനി ഫസ്റ്റ് പേജിൽ ഞാൻ എഴുതിയിരിക്കുന്നത് കുറച്ച് കോട്ട്സ് ആണ്. ഞാൻ അങ്ങനെ ആവണം, ഞാൻ അങ്ങനെയാണ്, ഞാൻ അങ്ങനെ ആകും എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്ന കുറച്ച് കോട്ട്സ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കോട്ട്സോ അല്ലെങ്കിൽ മോട്ടിവേഷൻ കിട്ടുന്ന വേർഡ്സോ എഴുതാം. ഇയർ അറ്റ് എ ഗ്ലാൻസ് എന്ന ഹെഡിങ് കൊടുത്ത് നമ്മളിവിടെ എഴുതാൻ പോകുന്നത് 2025 മിനി കലണ്ടറാണ്. എന്തിനും ഡേറ്റ് നോക്കണമല്ലോ. പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാകുന്ന തരത്തിൽ, എന്നാൽ ചെറുതായിട്ട് വേണം നമ്മളിവിടെ മാസങ്ങൾ എഴുതാനായിട്ട്. നമ്മുടെ ലൈഫിൽ ചില ദിവസങ്ങളൊക്കെ ഭയങ്കര സ്പെഷ്യലായിരിക്കും. ഈ ഓണം വരുന്നത് എന്നാണെന്നും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്നൊക്കെ ആ സമയത്തായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഇവിടെ എഴുതി വെക്കാം. അങ്ങനെ ഞാനിവിടെ എൻ്റെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. നെക്സ്റ്റ് പേജിൽ നമ്മൾ കണ്ടന്റ് ആണ് കൊടുക്കുന്നത്. നമ്മൾ ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം അവിടെ എഴുതണം. നെക്സ്റ്റ് പേജ് നോട്ട് ടു അവർ സെൽഫ് എന്നാണ്. നമുക്ക് എന്തെങ്കിലും കോട്ട്സോ അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആവുന്ന ഒരു വേർഡോ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യേണ്ട സാധനങ്ങളുടെ പിക്ചേഴ്സോ അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അടുത്ത പേജ് ഫ്യൂച്ചർ ലോഗാണ്. അതിന് ഒരു പേജിൽ 2 ബോക്സ് വെച്ച് 12 ബോക്സ് വരയ്ക്കണം. മൊത്തം 4 പേജ് വേണം നമുക്ക്. ഇനി ഏറ്റവും മുകളിൽ നമുക്ക് ഫ്യൂച്ചർ ലോഗ് എന്ന് എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിങ്ങും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ആദ്യം ഒരു പിങ്ക് ആയിരുന്നു കൊടുത്തത്, പക്ഷേ എനിക്ക് പിന്നെ അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിൻ്റെ പുറത്ത് ഞാൻ ബ്ലാക്ക് അടിച്ചപ്പോൾ എനിക്കിഷ്ടമായി. ഇനി നമുക്ക് ഓരോ മാസവും ഓരോ ബോക്സിൽ എഴുതി കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ആ മാസത്തെ ഏതെങ്കിലും സ്പെഷ്യൽ ഡേയ്സോ നമ്മൾ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലോ വരാനിരിക്കുന്ന ഇവൻറ്റ്സോ അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും അതിലെഴുതി വെക്കണം. എന്തൊക്കെ വേണം, എന്തൊക്കെ എഴുതണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ താല്പര്യവുമാണ്. ഓരോ മാസം എഴുതി വെക്കാനും എഴുതി വെച്ചത് ഓർത്ത് ചെയ്യാനും മറക്കാതിരുന്നാൽ മതി. അത്രയേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിലെ മുതലുള്ള ശീലമാണ് ഇത്. എന്ന് വെച്ചാൽ ഞാനൊരു 6ാം ക്ലാസ് മുതൽ ഇതുപോലെയൊക്കെ ചെയ്യുമായിരുന്നു. മറവിയുള്ളവർക്കിത് ബെസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഹെഡിങ്ങിന് 4 പേജസ് ഉണ്ട്. അപ്പം എല്ലാം കൂടെ ഈ ഒരു ഹെഡിങ്ങിന് താഴെയുള്ളതാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ 2 പേജിൻ്റെയും ഏറ്റവും മുകൾ വശം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമുണ്ട്. പെട്ടെന്ന് ഒറ്റയടിക്ക് അടുത്ത കണ്ടന്റിലേക്കേ നമ്മൾ പോകത്തുള്ളൂ. പിന്നെ ഈ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും കോഡ്സോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈനിങ്ങോ ചെയ്തു കൊടുക്കാം. എല്ലാം നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ബുള്ളറ്റ് ജേർണൽ നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. പിന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്യൂച്ചർ ലോഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അത്യാവശ്യം കാണാൻ കുഴപ്പമില്ല അല്ലേ? നെക്സ്റ്റ് പേജിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് മൈ ഗോൾസ് ആണ്. 2025 ഞാൻ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ചേർക്കാൻ പോകുന്നത്. ചിലർക്ക് ഫിനാൻഷ്യലി ഇത്ര നേടണം, ചിലർക്ക് അക്കാഡമിക്കലി ഞാൻ ഇത്ര ടോപ്പിലെത്തണം എന്നൊക്കെ ആഗ്രഹങ്ങൾ കാണുമല്ലോ. അതൊക്കെ നമുക്കിവിടെ ഫിനാൻഷ്യലി, അക്കാഡമിക്കലി എന്നൊക്കെ പറഞ്ഞ് ഹെഡിങ് കൊടുത്ത് എഴുതാം. എല്ലാവർക്കും പല ഗോൾസ് ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണോ നമ്മുടെ ഗോൾസ് അതെല്ലാം ആ റൗണ്ടിൽ എഴുതി വെക്കാം. ഇനിയും ഗോൾസ് വേണമെങ്കിൽ നമുക്കത് വരയ്ക്കുകയും ചെയ്യാം. എല്ലാം നിങ്ങളുടെ ഇഷ്ടം.
നെക്സ്റ്റ് ഹെഡിങ് ആണ് ഹാപ്പി മൊമെൻറ്റ്സ്. ഇത് ഞാൻ മനഃപൂർവ്വം കൊടുത്ത കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഓരോ മാസവും ഓരോ സന്തോഷങ്ങൾ കാണില്ലേ? അപ്പോൾ ആ സന്തോഷങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബോക്സ്. ഇവിടെ 3 മാസത്തിന് ഒരു ബോക്സ് എന്ന കണക്കിന് 4 ബോക്സസ് ആണ് ഞാൻ വരച്ച് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ കൂട്ടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ സ്പെഷ്യൽ മൊമെൻറ്റ്സ് മാത്രം എഴുതി വെക്കാനായിട്ട് ഓർക്കുക. വിഷമിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതിയെന്നേ സന്തോഷമുണ്ടാകാൻ. ഇനി കുറച്ച് സ്റ്റിക്കേഴ്സ് കൂടെ ഒട്ടിച്ചാൽ ഹാപ്പി മൊമെൻറ്റ്സ് റെഡി. എങ്ങനെയുണ്ട്? അടുത്ത പേജ് നോക്കിയാലോ. നെക്സ്റ്റ് പേജ് ഞാൻ കൊടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നും ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫോളോവേഴ്സിൻ്റെ കൗണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. പെട്ടെന്നൊക്കെ ഒരു 100 പേര് 200 പേരൊക്കെ ഒരു ദിവസം കൊണ്ട് കൂടിയാൽ അത് ശരിക്കും എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് അല്ലേ? കൂടാതെ ഏതെങ്കിലും ഒരു വീഡിയോ റീച്ച് ആയാലും അച്ചീവ്മെൻ്റ് അല്ലേ? അപ്പോൾ അതൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്, ഡേറ്റ് സഹിതം എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേജ്. അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത പേജിലേക്ക് പോകാം. നെക്സ്റ്റ് പേജാണ് തിങ്സ് ടു ചെക്ക് ഔട്ട്. ഇവിടെ ഞാൻ എനിക്ക് റീഡിംഗ് മറ്റൊരു ഹോബി ആയതുകൊണ്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്തത്. നമുക്ക് വേറെയും പല ഹോബീസ് കാണുമല്ലോ, ട്രാവൽ, ഗാർഡനിങ്, അങ്ങനെ പല കാര്യങ്ങൾ. ചിലവർക്ക് കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണ്. അതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്ന ഡിഷസിൻ്റെ ഒക്കെ പേര് ഇവിടെ എഴുതി വെക്കാം. ഞാനിവിടെ ബുക്സ് കൊടുക്കാൻ കാരണം എനിക്ക് റീഡിംഗ് മറ്റൊരു ഹോബി ആയതുകൊണ്ടാണ്. ഈ വർഷം ഏതൊക്കെ ബുക്കുകളാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ പേരൊക്കെയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ റീഡിംഗ്. അപ്പോൾ നമുക്ക് അടുത്ത പേജ് നോക്കിയാലോ. നെക്സ്റ്റ് പേജ് ഹെഡിങ് ആണ് മൈ ഡ്രീംസ്. 2025 നമ്മൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ വേണം ഇവിടെ എഴുതാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് വരച്ച് ഡിസൈനൊക്കെ ചെയ്യാം. അതായത് ഇപ്പോൾ ക്ലാസ്സിൽ ടോപ്പ് ആവണം എന്നൊക്കെ വേണമെങ്കിൽ ടോപ്പ് ഫസ്റ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ വരയ്ക്കാം. അല്ലെങ്കിൽ സ്റ്റിക്കർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് പേജിലേക്ക് പോയാലോ. നെക്സ്റ്റ് പേജാണ് വാച്ച് ലോഗ്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മൂവീസിൻ്റെ ഒക്കെ പേര് കാണില്ലേ? അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടു തീർത്ത കുറേ മൂവീസിൻ്റെ പേരോ, അതും അല്ലെങ്കിൽ കുറേ സീരീസൊക്കെ നമ്മൾ കാണില്ലേ, കൊറിയൻ സീരീസൊക്കെ, അതിൻ്റെയൊക്കെ പേര് ഇവിടെ കൊടുക്കാം. ഓരോ മാസവും നമ്മൾ കണ്ട മൂവീസിൻ്റെയും സീരീസിൻ്റെയും പേരൊക്കെ ഇവിടെ എഴുതി കൊടുക്കാൻ മറക്കരുത്. ഇവിടെ ഞാൻ വാച്ച് ലോഗ് ഉദ്ദേശിക്കുന്നത് മൂവീസൊക്കെ തിയേറ്ററിൽ പോയി കാണുന്നതില്ലേ, അതിൻ്റെ പേര് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ മാസവും ഏതൊക്കെ മൂവീസ് കണ്ടെന്ന് നമുക്ക് ഇത് നോക്കിയാൽ മനസ്സിലാകുമല്ലോ. അപ്പോൾ അടുത്ത പേജ് നോക്കിയാലോ. നെക്സ്റ്റ് പേജ് ഹെഡിങ് ആണ് ഫിനാൻസ് ട്രാക്കർ. ഈ ഹെഡിങ്ങിന് താഴെ നമ്മൾ ഇയർ അറ്റ് എ ഗ്ലാൻസിൽ ചെയ്തതുപോലെ തന്നെ ഒരു പേജിൽ 2 ബോക്സ് വെച്ച് 4 പേജിലാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് ഓരോ ബോക്സിൽ നമ്മൾ ഓരോ മാസം എഴുതി കൊടുക്കണം. ഇവിടെ നമ്മുടെ ഇൻകം, ബില്ല്, എക്സ്പെൻസ് ഇതൊക്കെയാണ് എഴുതി കൊടുക്കേണ്ടത്. സ്കൂൾ കുട്ടികൾക്ക് ഇൻകം കട്ട് ചെയ്യാം കേട്ടോ. പകരം നമ്മൾ ഒരു മാസം വാങ്ങിയ സാധനങ്ങളുടെ പ്രൈസ് ഇവിടെ എഴുതി വെക്കാം. അങ്ങനെ നമ്മുടെ ഒരു വർഷത്തെ എക്സ്പെൻസ് അറിയാമല്ലോ. എക്സ്പെൻസ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് മാസം സേവിങ്സ് കാണുമല്ലോ, അതും ഇതിൽ ആഡ് ചെയ്യാം. നെക്സ്റ്റ് പേജ് ഹെഡിങ് ഉണ്ടല്ലോ, എൻ്റെ ഭയങ്കര ഫേവറേറ്റ് പേജ് ഹെഡിങ് ആണ് തിങ്സ് ഐ നീഡ് ടു ബൈ. ഇവിടെ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം എഴുതി കൊടുക്കാം. ഞാനിവിടെ കുറേയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്, കാരണം ഞാൻ ഭയങ്കര ഷോപ്പിംഗ് ക്രേസ് ഉള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെല്ലാം സാധനങ്ങളാണോ, ഇപ്പോൾ മേക്കപ്പ് സെറ്റ് അല്ലെങ്കിൽ ബോയ്സിനാണെങ്കിൽ പ്ലേ സ്റ്റേഷൻ, അതെല്ലാം ഇവിടെ എഴുതി കൊടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ട് എഴുതിയിട്ട് സ്റ്റിക്കേഴ്സ് എല്ലാം അവിടെയും ഇവിടെയും ഒട്ടിച്ചു കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സാധനമൊക്കെ പടം വരയ്ക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ബുള്ളറ്റ് ജേർണൽ ഏറ്റവും ലാസ്റ്റ് ഹെഡിങ്ങിൽ എത്തിയിരിക്കുന്നു. ടൂർ. നമുക്കെല്ലാവർക്കും ഇന്ന സ്ഥലങ്ങളിൽ പോകണമെന്നൊക്കെ ആഗ്രഹം കാണുമല്ലോ. അപ്പോൾ ആ സ്ഥലങ്ങളുടെ പേരോ അല്ലെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതോ നമുക്ക് ഇവിടെ ഒട്ടിച്ചു വെക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ ചെയ്യാം. ട്രാവലിംഗ് ഒക്കെ ഭയങ്കര ഹോബി ആയിട്ടുള്ള ആളാണെങ്കിൽ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് പോലെ ഓരോ മാസവും പോകേണ്ട സ്ഥലങ്ങളുടെ പേരൊക്കെ എഴുതി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബുള്ളറ്റ് ജേർണൽ സക്സസ്ഫുള്ളി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഫ്ലിപ്പ് ത്രൂ കണ്ടാലോ.